അത്തച്ചമയ ഘോഷയാത്ര ഈ വർഷം നമ്മുടെ മുളന്തുരുത്തിയിൽ ഉണ്ടായിരുന്നു കേട്ടോ. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആയപ്പോഴാണ് തുടങ്ങിയത്. വൈകിട്ട് വെയിലാർന്ന ടൈം ആയതുകൊണ്ട് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. ഒട്ടും തിരക്കും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് നല്ല സുഖമായിട്ട് നല്ല സ്പേഷ്യസ് ആയിട്ട് പിള്ളേരെ കൊണ്ട് നിന്ന് കാണാൻ പറ്റിട്ടോ. ഈ ആന എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടു? ഇത് ഒറിജിനൽ ആനയൊന്നും അല്ല കേട്ടോ. ഇത് നമ്മള് ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയേക്കുന്ന ആനയാണേ. ആൾക്കാരൊക്കെ പക്ഷെ അതിൽ കയറിയിരിക്കുന്നുണ്ട്, നല്ല സ്ട്രോങ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇങ്ങനെ തള്ളിയാണ് അതിനെ അനക്കുന്നത്. നമ്മൾ നിൽക്കുന്നതിന് തൊട്ടടുത്തായിട്ട് ആനേനെ കൊണ്ടുവന്ന് നിർത്തി കേട്ടോ. അപ്പൊ ആൽബി സായുവിനെയും കൊണ്ട് പോവുകയാണെ കാണിക്കാനായിട്ട്. ആനേനെ ഇത്ര അടുത്ത് നമുക്ക് കാണാൻ പറ്റില്ലല്ലോ ഒറിജിനൽ ആനേനെ. അപ്പൊ തുമ്പിക്കൈ കൊമ്പിലൊക്കെ പിടിച്ചു നോക്കിയപ്പോ തുമ്പിക്കൈയൊക്കെ പൊക്കി കാണിച്ചിട്ടോ. ഞാൻ ആൾക്ക് പേടിയാകുമായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷെ ഒരു കുലുക്കവും ഉണ്ടായില്ല. ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. അത് കഴിഞ്ഞപ്പോൾ എന്തേ മഹാബലിയൊക്കെ വരുന്നുണ്ടേ. എന്താണ് ഫസ്റ്റത്തെ മഹാബലി അത്താഘോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഫസ്റ്റത്തെ എന്താ പറയാ ഏറ്റവും ഫസ്റ്റുള്ള ഒരു ഷോ ഇല്ലേ, അതാട്ടോ ഇത്. ഇതെനിക്കൊന്നും കുടുംബശ്രീക്കാരാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ മുളന്തുരുത്തി ഗ്രാമപഞ്ചായത്തിലെ എന്തെങ്കിലും അംഗങ്ങളായിരിക്കും. ഇത് മർച്ചൻസ് യൂണിയൻ, നമ്മുടെ അടുത്തുള്ള ബാബുച്ചേട്ടനൊക്കെ ഉണ്ട്, മർച്ചൻസ് യൂണിയന്റെ ആൾക്കാരാണ് പോകുന്നത്. അടുത്തത് നമ്മുടെ പുലികളൊക്കെ വന്നിട്ടോ. പുലികളൊക്കെ ക്ഷീണിച്ചു പോയി തോന്നുന്നു. എനിക്കൊന്നും രാവിലെ ഒരു തൃപ്പൂണിത്തുറ പോയ ആൾക്കാരായിരിക്കും മേ ബി, അതുകൊണ്ടായിരിക്കും മിക്കവരും നല്ല ക്ഷീണത്തിലായിരുന്നു കേട്ടോ. പിന്നെ ചെണ്ടമേളമൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു അത്തച്ചമയം 18 വർഷം കഴിഞ്ഞിട്ടാണെന്നാണ് അനൗൺസ്മെന്റ് പറഞ്ഞിട്ട് പോയത് കേട്ടോ. എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ ഇവിടെ. ഈ അത്തച്ചമയം സ്റ്റാർട്ട് ചെയ്യുന്നത് മുളന്തുരുത്തി ഒറ്റക്കുന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവിടെ നിന്ന് നേരെ കറങ്ങി മുളന്തുരുത്തി പള്ളിത്താഴം വരും. പള്ളിത്താഴത്ത് നിന്ന് കരാട്ടക്കുരിശ് പോയിട്ട് മുളന്തുരുത്തി മാർക്കറ്റിന്റെ അവിടെ അവസാനിക്കുമെന്നാണ് പറഞ്ഞത്. അതേ തെയ്യമൊക്കെ ഉണ്ട് കേട്ടോ. തെയ്യമൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. തൃപ്പൂണിത്തുറയിലെ അത്തച്ചമയത്തിന് കണ്ടിട്ടുണ്ട്, അല്ലാണ്ട് ഇത്രയും ക്ലോസ് ആയിട്ട് കാണുന്നത് ആദ്യമായിട്ടാട്ടോ. ഇതിന്റെ പേരെന്താന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും നല്ല കളർഫുൾ ആയിരുന്നു കേട്ടോ കാണാനായിട്ട്. ഈ ചേട്ടന്മാർക്ക് നല്ല എനർജറ്റിക് ആയിട്ടുള്ള ചേട്ടന്മാരൊക്കെ ആയിരുന്നു കേട്ടോ. ഡാൻസ് ഒക്കെ കളിച്ചുകൊണ്ട് പോകുന്നുണ്ടായിരുന്നു. ഇതിന്റെ പുറകെ വരുന്നത് ഇതിനേക്കാളും എനർജറ്റിക് ആയിരുന്നു. ഈ ഒരു ടൈം ആയതുകൊണ്ട് അത്ര വെയിലില്ലായിരുന്നു, ചെറിയതായിട്ട് മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ടും കൂടി നല്ല സുഖ ക്ലൈമറ്റ് ആയിരുന്നു. പിള്ളേരൊക്കെ ആണെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ. അവരും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും എല്ലാം പറ്റുമായിരുന്നു കേട്ടോ. അപ്പൊ തൃപ്പൂണിത്തുറയിൽ മിസ്സായവർക്ക് കാണാനുള്ള ഒരു നല്ലൊരു അവസരമായിരുന്നു. തൃപ്പൂണിത്തുറയിൽ രാവിലെ ആയിരിക്കും, രാവിലെ തൊട്ട് തുടങ്ങിയിട്ട് ഒരു ഉച്ചയ്ക്ക് കഴിയുമ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും അവസാനിക്കും. ഇവിടെ പക്ഷെ വൈകിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പൊ തൃപ്പൂണിത്തുറ മിസ്സായവർക്ക് ഇവിടെ എന്തായാലും വന്ന് കാണാം. അത്ര തിരക്കുമില്ല. ഇപ്പൊ തിരക്കാണെന്ന് പറഞ്ഞാത്ത സമയത്തിന് പോവാതിരിക്കുന്നവർക്ക് ഇവിടെ ഒന്ന് സുഖമായിട്ട് കാണാൻ പറ്റും. കുറെ കലാരൂപങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ കലാരൂപങ്ങൾ, ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഇത് ഈ ഒരു കലാരൂപം, ഇതിന്റെ പേരും അറിയില്ല. ഇത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു കലാരൂപം. എന്താ പേര് അറിയാവുന്നവര് കമന്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഇവിടെ അത്ര കോമൺ അല്ല ഈ ഒരു കലാരൂപം. അത്യാവശ്യം കുറെ ടാബ്ലോസും കലാരൂപങ്ങളും ഉണ്ടായിരുന്നു. ഒരു അരമണിക്കൂറോളം, അരമണിക്കൂറല്ല, അതിൽ കൂടുതൽ നമുക്ക് കാണാനുള്ളത്ര കലാരൂപങ്ങളും ടാബ്ലോസും നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ശരിക്കും ഈ റാലി അല്ലെങ്കിൽ ഘോഷയാത്ര 3 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്ക് നോട്ടീസിലും കാര്യങ്ങളിലൊക്കെ 3 മണിയെന്നായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. നമ്മളപ്പോൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷെ 3 മണിക്കൊന്നും ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഒരു 5 മണിയൊക്കെ ആയായിരുന്നു കേട്ടോ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്കും. നമ്മളപ്പോൾ ടൈം കളയാനായിട്ട് 3 മണിക്ക് എന്തായാലും എത്തി. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു ഇതിൻ്റെ ഇടയ്ക്ക്. അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും തുടങ്ങി കേട്ടോ പരിപാടി. തുടങ്ങി എന്ന് പറഞ്ഞാൽ നമ്മൾ ഫാമിലി ആയിട്ടാണ് കാണാൻ ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ അത്രയും നേരം വെയിറ്റിംഗ്. നമ്മൾ 3 മണിക്ക് ഇറങ്ങിയത്. അപ്പൊ അത്രയും നേരം വെയിറ്റിംഗ് കുറച്ച് ബോറിംഗ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്, ചൂടൊക്കെ ആവുമല്ലോ കുട്ടികൾക്ക് പുറത്തൊക്കെ ഇരിക്കുമ്പോഴത്തേനും വെയിലായതുകൊണ്ട്. അങ്ങനെ നമ്മൾ ഷോപ്പിങ്ങിന് പോയത് ജിയോ മാർട്ടിൽ കുറച്ച് ഷോപ്പിംഗ് പർച്ചേസ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും കറക്റ്റ് ആയിട്ട് തുടങ്ങിയായിരുന്നു കേട്ടോ. കുഞ്ഞു കുട്ടികളോട്ട് പ്രായമുള്ള ആൾക്കാർ വരെ ഉണ്ടായിരുന്നേ ഈ ഒരു ഘോഷയാത്രയ്ക്ക്. ഈ ചെറിയ പിള്ളേരെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി കേട്ടോ. നല്ല രസമുണ്ട് അവർ നടക്കുന്നത് കാണാനും. കാരണം അവരൊരു ക്ഷീണവും ഒന്നും മടുപ്പൊന്നും കാണിക്കാണ്ട് അത്രയും ദൂരം നടന്നു പോകുന്നുണ്ടായിരുന്നേ. ഒരു കുട്ടി ഉണ്ടായിരുന്നു, ഒരു കുഞ്ഞു ബോയ്. ഇതിൽ കാണിച്ചു തരാം കേട്ടോ. വീഡിയോ എടുത്തിട്ടുണ്ട്. അവള് ഡാൻസ് പക്ഷെ കിട്ടിയിട്ടില്ല കേട്ടോ. അവള് മുരുകനായിട്ടാണ് ഡ്രസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഈ ഘോഷയാത്രയ്ക്ക് വോളണ്ടിയേഴ്സ് ഉണ്ടായിരുന്നു. മുളന്തുരുത്തി നിർമ്മല കോളേജിലെ കുട്ടികളായിരുന്നു വോളണ്ടിയേഴ്സ് ആയിട്ട് നിന്നേച്ചത് കേട്ടോ. ഈ ചെസ്റ്റ് നമ്പർ കുത്തി ഫാൻസി ഡ്രസ് പോലെ വരുന്ന ആൾക്കാരെല്ലാരും കോമ്പറ്റീഷൻ പങ്കെടുക്കുന്ന ആൾക്കാരാട്ടോ. ഒരു കോമ്പറ്റീഷൻ ഐറ്റം കൂടിയാണ്. ടാബ്ലോസ് കോമ്പറ്റീഷൻ ഉണ്ട്, അല്ലാണ്ട് ഫാൻസി ഡ്രസ് പോലത്തെ കോമ്പറ്റീഷൻ, അങ്ങനെ കുറച്ച് കോമ്പറ്റീഷൻസും ഇതിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് കൂടിയാണ് ആൾക്കാർ ഇങ്ങനെ ഡ്രസ്സപ്പ് ചെയ്ത് വന്നേക്കുന്നത്. ഓണത്തിന് മുമ്പായിട്ടുള്ള അത്തം നാളില് ഇങ്ങനെ ഒരു ഘോഷയാത്ര നമ്മുടെ ഇവിടെ പതിവാണേ. തൃപ്പൂണിത്തുറയിൽ എല്ലാ വർഷവും ഉണ്ടാവും. മുളന്തുരുത്തിയിൽ ഇപ്പൊ 18 വർഷം കൂടിയിട്ടാണെന്നാണ് പറഞ്ഞു കേട്ടത്.
അപ്പോൾ നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇതേപോലത്തെ ഘോഷയാത്ര കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? അതൊക്കെ ഒന്ന് കമന്റ് ചെയ്യണേ. ഉണ്ടെങ്കിൽ എങ്ങനെയാ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇങ്ങനത്തെ ഘോഷയാത്ര വലിയതായിട്ട് നടത്താറുണ്ടോ എന്നൊക്കെ. നമുക്ക് ഘോഷയാത്ര കഴിഞ്ഞ് അന്ന് വൈകിട്ട് തൊട്ട് തൃപ്പൂണിത്തുറ ബോയ്സ് സ്കൂൾ ഗ്രൗണ്ടിൽ അത്തം നഗർ ഉണ്ടാവും കേട്ടോ. അവിടെ റൈഡ്സ് ഒക്കെ വരും, ജയന്റ് വീല്, അങ്ങനെ വഞ്ചി, അങ്ങനെ സാധനങ്ങളൊക്കെ, ചെറിയ പിള്ളേർക്കുള്ള റൈഡ്സ്. പിന്നെ അല്ലാണ്ട് ഷോപ്പ് പർച്ചേസിങ് ചെയ്യാനായിട്ട് കുറച്ച് ഷോപ്സ് പോലെ ഉണ്ടാവും. ഫുഡിന്റെ ഷോപ്പ് ഉണ്ടാവും, ടോയ്സിന്റെ ഷോപ്പ് ഉണ്ടാവും. അങ്ങനെ ഒരു ചെറിയൊരു എക്സിബിഷൻ വൈബാട്ടോ. ഭയങ്കര ഒരു എന്താ പറയുക, സെലിബ്രേഷൻ മൂഡാണ് ആ 10 days. വൈകിട്ട് ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നു തോന്നുന്നു കേട്ടോ ഗ്രൗണ്ടിൽ. രാത്രി 10 മണി വരെ ഉണ്ടാവുള്ളൂ കേട്ടോ. കഴിഞ്ഞ വർഷമൊക്കെ 10 മണി വരെ ആയിരുന്നു. ഈ വർഷം എത്ര മണി വരെ ഉണ്ടെന്ന് അറിയത്തില്ല. മിക്കവാറും 10 മണി വരെ ആയിരിക്കും. ആ ടൈം ആകുമ്പോൾ പോലീസ് വന്ന് എല്ലാം ക്ലോസ് ചെയ്യുന്നതാണ് സാധാരണ പതിവ്. ഇത് നമ്മുടെ അമ്മയുടെ കുടുംബശ്രീക്കാരുടെ റാലിയായിരുന്നു. അമ്മ ഒന്ന് ഹായൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് ലൈവ് പോവുമായിരുന്നു. അപ്പം അമ്മേനെ വിളിച്ചിരുത്തി ഹായൊക്കെ പറയിപ്പിച്ചതാണേ. ഇനി വരുന്ന കുറേ റാലികൾ നമ്മുടെ കുടുംബശ്രീ ചേച്ചിമാരുടെ ആക്കിയാട്ടോ. അപ്പോൾ അതിൽ ഫസ്റ്റ് എന്തെങ്കിലും ഒരു എന്താ പറയുക, ഒരു കലാരൂപം അല്ലെങ്കിൽ ഭാരത് മാത അല്ലെങ്കിൽ മഹാബലി, അങ്ങനെ ആരെങ്കിലുമൊക്കെ ഫാൻസി ഡ്രസ്സ് ആയിട്ട് വന്നിട്ടുണ്ടാവുകയും ഡ്രസ്സപ്പ് ചെയ്തിട്ട്. ഇതിലൊക്കെ ചെറിയ ചെറിയ പിള്ളേരൊക്കെ ആട്ടോ ഫാൻസി ഡ്രസ്സുള്ള ഡ്രസ്സപ്പ് ചെയ്ത് വന്നേക്കുന്നത്. ഇതിലൊരു മഹാബലി ഉണ്ടായിരുന്നു, പിന്നെ ഭാരത് മാതയൊക്കെ ഉണ്ടായിരുന്നേ. അല്ലാണ്ട് പുറകിൽ മതസൗഹാർദ്ദം കാണിക്കുന്ന രീതിയിൽ കുറച്ച് ഡ്രസ്സപ്പ് ചെയ്തിട്ട് കുറച്ച് ചേച്ചിമാരുണ്ടായിരുന്നു. പിന്നെ കുഞ്ഞു കുഞ്ഞു പുലികളുണ്ടായിരുന്നു കേട്ടോ. ഇവന്മാർ ഭയങ്കര വൈബായിരുന്നേ. കണ്ടോ, നല്ല എനർജറ്റിക് ആയിട്ട് പിള്ളേർ ഡാൻസ് കളിക്കുന്നേ. പിന്നെ താലം പോലെ ഈ ചേച്ചിമാർ, ഞാനിതിപ്പോൾ ഈ വീഡിയോയിലാട്ടോ കാണുന്നത്, താലം പോലെ പോകുന്നത്. കുറേ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നുണ്ടോ. പണ്ടത്തെ നമ്മൾ മറന്നുപോയ സംഭവങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. എന്തേ, അയ്യോ നല്ല രസമുണ്ടല്ലേ, ക്യൂട്ടായിട്ടല്ലേ കുഞ്ഞു പിള്ളേരെ കാണാനായിട്ട്. അടുത്ത വാർഡുകാരുടെ കൂടെ ഇതേ വരുന്നൊരു ശിവൻ. ഞാൻ ശിവനെ ആദ്യം കണ്ടില്ല, എൻ്റെ പുറകിൽ കുഞ്ഞു കൃഷ്ണനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. കൃഷ്ണനെയാണ് ഞാൻ ആദ്യം കണ്ടത്. കൃഷ്ണനെ കാണിച്ചു തരാം കേട്ടോ. അത് അടുത്ത വാർഡാണെന്ന് തോന്നുന്നു കേട്ടോ. ഈ വാർഡിലല്ല, നെക്സ്റ്റ് വാർഡിലാണ് ഈ കുഞ്ഞു കൃഷ്ണനുള്ളത്. കണ്ട കൃഷ്ണന്റെ അമ്മ പറയുക എല്ലാവർക്കും ഹായൊക്കെ കൊടുത്ത് വേഗം വേഗം നടന്നു പോകുന്നതാണ് കൃഷ്ണന്റെ അമ്മ പറയുന്നത്. ഇത് രാധയും ഉണ്ട് കേട്ടോ അപ്പുറത്തെ. ഈ ചേച്ചിമാരുടെ സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് ഏത് പാടാമെന്ന് അറിയില്ല, നല്ല രസമുണ്ടായിരുന്നു. ദേ പിന്നെ അടുത്ത് നമ്മുടെ ഭാരത് മാതയുണ്ട്, കൃഷ്ണനുണ്ട്, ദേ പുലികളിയുടെ പുലിയുണ്ട്, വേട്ടക്കാരനുണ്ട്. ഈ പുലി കുറച്ച് വൈബുള്ള പുലിയായിരുന്നു കേട്ടോ. ദേ കണ്ട ചാടിച്ചടി വരുന്നേ. ഈ വരുന്ന മുരുകനെ പറ്റിയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. കണ്ട അവന് ഡാൻസ് ഒക്കെ ഭയങ്കര വൈബല്ലേ, ഭയങ്കര എനർജറ്റിക് ആയിട്ടാട്ടോ ആള് കളിക്കുന്നേ. അപ്പോൾ ആളുടെ അടുത്ത് ലാസ്റ്റ് നമുക്ക് ഡാൻസ് കുറച്ചേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അതുകൊണ്ട് ആളുടെ അടുത്ത് ചോദിച്ചു ഡാൻസ് കളിക്കാവോ എന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നായിരുന്നേ. അപ്പോഴത്തേക്കും ആള് പറഞ്ഞില്ല പറ്റത്തില്ല, എനിക്ക് പാട്ട് വേണം, പാട്ട് വെച്ചാലേ ഡാൻസ് കളിക്കുള്ളൂ. ആള് കുറേ നേരമായിട്ട് ഫുൾ ഓൺ എനർജിയിലായതുകൊണ്ട് പാട്ട് കുറച്ചേരത്തേക്ക് നിർത്തി വെച്ചേക്കുമായിരുന്നേ. ഇനി നമ്മുടെ ടാബ്ലോസ് ഒക്കെ വരും കേട്ടോ. ഫസ്റ്റത്തെ തന്നെ ഈ ഒരു ടാബ്ലോ ആയിരുന്നേ. എനിക്ക് തോന്നുന്നു ലഹരിയുടെ എന്തോ സംതിങ് ആണ് അത്. ലഹരിക്കെതിരായിട്ടുള്ള മെസ്സേജ് പകരുന്ന രീതിയിലുള്ള ഒരു, അല്ലെങ്കിൽ ലഹരിക്കെതിരെ നമ്മൾ പ്രവർത്തിക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു ടാബ്ലോ ആയിരുന്നേ. ഇനി വരുന്ന എല്ലാം ടാബ്ലോസ് ആട്ടോ. ഞാൻ പ്രത്യേകം വോയിസ് ഓവറൊന്നും കൊടുക്കുന്നില്ല കേട്ടോ. എല്ലാം കണ്ടു കഴിയുമ്പോഴത്തേനും ഓൾമോസ്റ്റ് മനസ്സിലാകും മിക്കതും തന്നെ. അതിനകത്ത് എഴുതിയിട്ടും ഉണ്ടാകും. അങ്ങനെ ഇതും ഒരു കോമ്പറ്റീഷൻ ഐറ്റം തന്നെയാണ് കേട്ടോ. കണ്ടോ, അതിനകത്ത് ഓരോന്നിലും ചെസ് നമ്പർ എഴുതിയിട്ടുണ്ട്. ഇത് പണ്ടത്തെ മുളന്തുരുത്തി എന്ന് പറഞ്ഞിട്ട് ഇതെനിക്ക് കുറച്ച് നൊസ്റ്റാൾജിക് ഫീൽ അടിച്ചു കേട്ടോ. ഞാൻ ഇതുപോലെ കണ്ടിട്ടൊന്നുമില്ല, പക്ഷെ പണ്ടത്തെ സിനിമകളൊക്കെ കണ്ടിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഒരു ഫീൽ.
ആഘോഷം. പ്രകൃതിയുടെ പ്ലാസ്റ്റിക് മരണത്തെ വിളിച്ചു വരുത്തരുതേ. പ്ലാസ്റ്റിക് ഉപേക്ഷിക്കൂ, ജീവൻ സംരക്ഷിക്കൂ. നാടിന്റെ ശുചിത്വം നമ്മുടെ ഉത്തരവാദിത്വം. കത്തിക്കരിയ പ്ലാസ്റ്റിക് വരുത്തില്ല ക്യാൻസർ. ഇതായിരുന്നു നമ്മുടെ ഘോഷയാത്രയിലെ ലാസ്റ്റ് ടാബ്ലോ. ഇതോടുകൂടി നമ്മുടെ ഘോഷയാത്ര അവസാനിക്കും. അങ്ങനെയാട്ടോ ഈ എല്ലാ ടാബ്ലോസും ഈ ഘോഷയാത്രയിൽ പങ്കെടുത്ത എല്ലാവരും തന്നെ മുളന്തുരുത്തി മാർക്കറ്റിൽ ചെന്ന് നിൽക്കും. അങ്ങനെയാണ് ഈ ഓണാഘോഷം അല്ലെങ്കിൽ അത്തത്തിന്റെ ഘോഷയാത്ര അവസാനിപ്പിക്കുന്നത് മുളന്തുരുത്തി ഏരിയയിൽ. നമ്മൾ ഈ ടൈമിൽ ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് പേരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ലൈവായിട്ടുള്ള സാധനങ്ങൾ എഡിറ്റിംഗ് ഒന്നും ഇല്ലാണ്ട് കാണുന്നുണ്ടെങ്കിൽ ആ ലൈവ് കണ്ടാൽ മതി. അപ്പോൾ ഓക്കെ, ബൈ ടാറ്റാ.